ഒമാനിലെ ഹോളി സ്പിരിറ്റ് കാത്തലിക് ദേവാലയത്തിൽ മെഗാ ഫുഡ് ഫെസ്റ്റിവൽ മന്ന ഫെസ്റ്റു സംഘടിപ്പിച്ചു. കലാപരിപാടികൾ കാണാനും വിവിധതരം ഭക്ഷണരുചികൾ ആസ്വദിക്കാനും ആയിരക്കണക്കിന് വിശ്വാസികളാണ് കുടുംബാംഗങ്ങളുമായി ദേവാലയാങ്കണത്തിലേക്ക് ഒഴുകിയെത്തിയത്. മസ്കറ്റിലെ ഗാല ഹോളി സ്പിരിറ്റ് കത്തോലിക്ക ദേവാലയാങ്കണത്തിൽ നടന്ന ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ പാരിഷ് പ്രീസ്റ്റ് ഫാദർ ജോർജ് വട്ടക്കൂട്ട്, ഫാദർ സോളമൻ, ഫാദർ സിജോ, ഫാദർ ഗബ്രിയേൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഗാല ഹോളി സ്പിരിറ്റ് കത്തോലിക്ക ദേവാലയത്തിലെ വിവിധ കമ്മ്യൂണിറ്റികളുടെ നേതൃത്വത്തിലാണ് ഫുഡ് സ്റ്റാളുകൾ ഒരുക്കിയിരുന്നത്. മലയാളം, ഫിലിപ്പീനോ, ഗോവൻ, മംഗ്ലൂരിയൻ, തമിഴ്, ശ്രീലങ്കൻ, ആഫ്രിക്ക, ഇന്റർനാഷണൽ അറബിക് തുടങ്ങി വിവിധ ഭാഷാ വിഭാഗങ്ങളുടെയും ഫാമിലി മിനിസ്ട്രി, നഴ്സസ് മിനിസ്ട്രി, ജീസസ് യൂത്ത്, കാറ്റിസം, അൾത്താര ശുശ്രൂഷകർ എന്നീ യൂണിറ്റുകളുടെ കീഴിലും 40ഓളം സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. ഭക്ഷണ വിഭാഗങ്ങളെ കൂടാതെ വിദ്യാർത്ഥികൾക്കായി ഗെയിംസ് വിഭാഗങ്ങൾക്കും പ്രത്യേക സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. സാംസ്കാരിക തനിമയേറുന്ന ത്രിപുട മസ്കറ്റ് അവതരിപ്പിച്ച ചെണ്ടമേളവും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. കൂടാതെ വിവിധ ഭാഷാ കമ്മ്യൂണിറ്റികൾ അവതരിപ്പിച്ച കലാപരിപാടികളും പ്രൊഫഷണൽ സിംഗേഴ്സായ സത്താറും ആരാധകയും നടത്തിയ മ്യൂസിക് നൈറ്റും ഈജിപ്ഷ്യൻ കലാരൂപമായ തനയോര ഡാൻസും ബൈബിൾ ഡാൻസും പ്രോഗ്രാമിന് മാറ്റുകൂട്ടി. മനോഹരമായ കലാപരിപാടികൾ കാണാനും വിവിധതരം ഭക്ഷണരുചികൾ ആസ്വദിക്കാനും ആയിരക്കണക്കിന് വിശ്വാസികളാണ് കുടുംബാംഗങ്ങളുമായി ദേവാലയാങ്കണത്തിലേക്ക് ഒഴുകിയെത്തിയത്. ചർച്ച് ഡയറക്ടർ ഫാദർ ജോർജ് വട്ടക്കൂട്ട്, കോർഡിനേറ്റർ ഗോഡ്വിൻ, കൾച്ചറൽ കോർഡിനേറ്റർ ആൽവിൻ, ഫിനാൻസ് കോർഡിനേറ്റർ റോബർട്ട്, പാരിഷ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് കിങ്സ്ലി എംബാബെ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 800-ാം ജൂബിലി ആഘോഷിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയോടെ പരിപാടികൾ അവസാനിച്ചു. ജനം, ഒമാൻ.